നിൽക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇതത്ര അപകടകാരിയല്ല, മോഹൻ ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആ നിഴലിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തെത്താറായപ്പോൾ അവൻ ടോർച്ചടിച്ചൊന്നു നോക്കി. പ്രകാശം മുഖത്ത് തട്ടിയപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ആ രൂപം അവന്റെ മുന്നിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അത് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അത് കണ്ട് മോഹൻ അതിശയിച്ചുപോയി. ചുവന്ന സാരിയിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഒരു 22-23 പ്രായം വരും. 5.5 അടി ഉയരം. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്സരസ്. അരയ്ക്കൊപ്പം നീളമുള്ള മുടിയും നല്ല റോസാപ്പൂവിന്റെ നിറമുള്ള ചുണ്ടുകളും അതിൽ വിരിയുന്ന ആരെയും പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ചിരിയും വിടർന്ന കണ്ണുകളും എല്ലാമായി തികഞ്ഞ ഒരു സുന്ദര ശില്പം. ഏതൊരാണും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യധാമമായിരുന്നു അവൾ. അവളുടെ ആ സൗന്ദര്യത്തിൽ ലയിച്ച് മോഹൻ അവനെ തന്നെ മറന്നു നിന്നുപോയി. താൻ എന്തിനിവിടെ നിൽക്കുന്നു, എങ്ങോട്ടു പോകുന്നു എന്നതെല്ലാം അവന്റെ ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയി. ഒന്നും ചിന്തിക്കാനാകാത്ത വിധം അവന്റെ കണ്ണുകൾ അവളുടേതുമായി കൊരുത്തു. അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിനൊപ്പം അവളിൽ നിന്നും വമിക്കുന്ന പാലപ്പൂവിന്റെ സുഗന്ധം അയാളിൽ ആവേശമുണർത്തി. ഇതെന്താ ഈ സമയത്ത് ഇവിടെ തനിച്ച്? അയാൾ അവളോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് ചിരിച്ചു. നിരയായി അടുക്കി വെച്ചതുപോലുള്ള അവളുടെ വെളുത്ത പല്ലുകൾ ആ ചിരിയുടെ ഭംഗി കൂട്ടി. എനിക്ക് അക്കരെ ഗ്രാമത്തിലെത്തണം. വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത്ര സമയം എടുക്കുമെന്ന് കരുതിയില്ല. പേടികൊണ്ട് നിന്നുപോയതാ. അവള് മധുരമാർന്ന സ്വരത്തിൽ മറുപടി നൽകി. അവളുടെ കൂടെ കൂട്ടുവരുമോ എന്നവൾ കൊഞ്ചലോടെ ചോദിച്ചതും ഒന്നും ഓർക്കാതെ സിന്ധു കാത്തിരിക്കുന്നതുപോലും മറന്ന് മോഹൻ സമ്മതമൂളി. പതിയെ ഇരുവരും ഒരുമിച്ച് നടക്കാൻ ആരംഭിച്ചു. ഒപ്പം നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ രണ്ടുപേരുടെയും കൈകൾ പരസ്പരം അറിയാതൊന്ന് തൊട്ടുരുമി. അവളുടെ കൈയുടെ മിനുസം അയാളെ കൊതിപ്പിച്ചു. അയാളെ നോക്കിയപ്പോൾ അവൾ അയാളെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ്. അതിനടുത്ത നിമിഷം തന്നെ അവർ ഇരുവരും നദിക്കരയിൽ നഗ്നരായി പരസ്പരം ആലിംഗനബദ്ധരായി വീണു. എന്നാൽ അപ്പോഴേക്കും നായ്ക്കളുടെ ഊരിയിടൽ ശക്തമായി. ആകാശത്തിലെ മേഘങ്ങൾ പൂർവ്വശക്തി പ്രാപിച്ചു. ഗംഭീര മുഴക്കത്തോടെ ഇടിപൊട്ടി മഴ പെയ്യാൻ ആരംഭിച്ചു. മഴത്തുള്ളികൾ തന്റെ മേലെ പതിക്കുമ്പോഴും മോഹൻ അതൊന്നും കാര്യമാക്കിയില്ല. രതിയുടെ അവസാനമെത്തും തോറും അയാള് ക്ഷീണിതനാവാൻ തുടങ്ങി. പക്ഷേ അവൾക്കൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അയാൾ അവളിലേക്ക് ചൊരിഞ്ഞ അവന്റെ ശക്തി പോലും അവളെ ഒട്ടും തളർത്തിയില്ല. ഒരു സ്വപ്നം പോലെ അവൻ ആ നിമിഷം ആസ്വദിക്കുകയായിരുന്നു. മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല. അവനും അവന്റെ അപ്സരസം മാത്രം. ഏതാനും നിമിഷങ്ങൾക്കകം അവൻ എല്ലാം അവസാനിപ്പിച്ച് അവളിലേക്ക് തളർന്നു വീണു. ആ വീഴ്ചയിൽ അവളുടെ നെഞ്ചിൽ രൂപപ്പെട്ട ചുളിവുകൾ അവന്റെ കണ്ണിൽപ്പെട്ടു. അവളിൽ നിന്നും വമിക്കുന്ന വശീകരിക്കുന്ന പാലപ്പൂവിന്റെ മണം മാറി ഒരു ശരീരം കത്തിക്കരിഞ്ഞതുപോലുള്ള ദുർഗന്ധം അവിടെ എങ്ങും പടരാൻ തുടങ്ങി. അവൻ നോക്കി നിൽക്കെ അവളുടെ നീളമുള്ള മുടിയെല്ലാം ചുരുങ്ങി നരയ്ക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലും കവിളുകളിലും ചുളിവുകൾ വന്നു. അവൾ ആസകലം ഒരു വൃദ്ധയെപ്പോലെയായി. അവളുടെ വിടർന്ന കണ്ണുകൾ കുഴിഞ്ഞു. പുഞ്ചിരിക്കുമ്പോൾ മുല്ലപൊട്ടുപോലെ നിരന്നു നിന്ന പല്ലുകൾ എല്ലാം അടർന്നു വീണു വെറും നാവ് മാത്രം പുറത്തു കാണാൻ തുടങ്ങി. അവളുടെ കൈകളിലെ നഖം കൂർത്തു നീണ്ടുവന്നു. അവളുടെ ആ രൂപമാറ്റം കണ്ട് അവന്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. ഭയം അവനെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. കുറച്ചു മുൻപ് വരെ അവളോടുള്ള ആശയാൽ ചൂട് പിടിച്ചവന്റെ ശരീരം ഇപ്പോൾ ഐസ് പോലെ ഉരുകി തണുത്തുറഞ്ഞ് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. ആരാ നീ? ശബ്ദം പുറത്തു വരാതെ ആദ്യം വായു മാത്രം വന്ന ശേഷം വിക്കി വിക്കി അവൻ എങ്ങനെയൊക്കെയോ അവളോട് ചോദിച്ചു. അവന്റെ ശബ്ദത്തിലെ ഭയവും അവന്റെ മുഖത്ത് തെളിഞ്ഞ ഭീതിയും ആവോളം ആസ്വദിച്ചുകൊണ്ട് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.